യാത്രയ്ക്കുള്ള പുറപ്പാടിൽ രഘുവരനും സുധയും. ശേഖരന്റെ വീട്ടിലെത്തുന്ന സുമിത്ര. ആ പ്രമാണവുമായി ബന്ധപ്പെട്ട് എന്തോ കേസുണ്ട്. ശിവരാമേട്ടന്റെ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകളാ. ആ മനുഷ്യനെ കൊണ്ട് തോറ്റല്ലോ. ശേഖരന്റെ വാക്കുകൾക്ക് മുന്നിൽ സുമിത്ര പതറുന്നു. എന്റെ മകൾ സുധയല്ല, നിന്റെ മകൾ സുധ. ശിവരാമനുമായുള്ള കല്യാണത്തിന് മുമ്പ് നീ പ്രസവിച്ച നിന്റെ കുട്ടി. അമ്പിളി അമ്മയെ കുറ്റപ്പെടുത്തുന്നു. ആ പൈസയുടെ കാര്യം വരുമ്പോ എല്ലാവർക്കും ദേഷ്യ. അച്ഛന്റെ പേരിൽ കിട്ടിയ LICയുടെ പണം അമ്മയല്ലാതെ ആരെങ്കിലും ഇങ്ങനെ എടുത്ത് കൊടുക്കോ? സ്വന്തം മക്കളോടില്ലാത്ത കരുതല സുധേച്ചിയോട്. അമ്പലത്തിൽ നിന്നും തൊഴുതുമടങ്ങുന്ന മുത്തശ്ശിയും നന്ദനയും. നന്ദനയുടെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുന്ന മുത്തശ്ശി. മുത്തശ്ശി നന്ദനയെ സമാധാനിപ്പിക്കുന്നു. ഇനി തുടർന്ന് കാണുക. ഇതെന്താ വിളി പതിവില്ലാതെ സഞ്ജയ്ക്കായിട്ട്? എവിടെ പോയത്? കടയിൽ വരെ പോയതാ. നന്ദന ചെയ്തിരുന്ന ജോലികളുടെ മേൽനോട്ടം മുഴുവൻ ഇപ്പൊ അമ്പിളിക്കാണെന്ന് തോന്നുന്നല്ലോ. അനില ഹെൽപ്പ് ചെയ്യില്ലേ? മടിച്ചിയാ. എന്തായാലും അമ്മയല്ലേ ആള്, ഓരോ പണിയായി ചെയ്യാൻ പറയും. എടാ ഒരു മിനിറ്റ്. അനിലയുടെ കല്യാണക്കാരി എന്തായി? ആലപ്പുഴയിലെ പാർട്ടിയുടെ അച്ഛൻ വന്നേ പിന്നെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായോ? ഇല്ല. വൈകാതെ കല്യാണം നടത്തണമെന്നല്ലേ ധാരണയുണ്ടാക്കിയത്? അതൊക്കെ ശരിയാ, പക്ഷെ എന്ന് നടക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ. എന്തുപറ്റി? പൈസയുടെ പ്രശ്നമാണ്. കല്യാണം നടത്താൻ പോയിട്ട് ഒരു സാരി വാങ്ങാൻ പോലും കഴിയാത്ത ചുറ്റുപാടാ വീട്ടില്. വരുമാനമൊന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്ന പണം അമ്മ അതേപടിയെടുത്ത് ശേഖരമാമയ്ക്ക് കൊടുത്തു, കച്ചവടം തുടങ്ങാൻ. അവരിപ്പോ ആ പൈസ തിരിച്ചു തരുന്നതുമില്ല. പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? പിന്നെന്താ ഇനിയുള്ള പ്ലാൻ? എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടുകാരെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അനില ആ പയ്യനും കൂടെ ഒളിച്ചോടുവരും. എന്നിട്ടൊരു രജിസ്റ്റർ മാരേജ്. ഇനി അയാൾ അത് തന്നെ ചെയ്യട്ടെ. ഒളിച്ചോട്ടോ അല്ല, രജിസ്റ്റർ മാരേജ്. അനിലയോട് പറയാതെ ആലോചിക്കാൻ. അതാവുമ്പോ സ്വർണവും വേണ്ട, പണവും വേണ്ട, കല്യാണ സാരിയും വേണ്ട, ഒരു താലി, 2 പൂമാലയും കൂടി ഉണ്ടെങ്കിൽ നന്ന്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ. എന്തിനാ വെറുതെ കരക്കാരെ വിളിച്ചുകൂടി സദ്യ കൊടുക്കുന്നത്? രജിസ്റ്റർ മാരേജ് എന്തുകൊണ്ടും നല്ലത്. എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ ഈ ആദർശം പകർത്തിയില്ലല്ലോ. ഇല്ലാത്ത കാര്യത്തെ ചൊല്ലി അന്ന് കല്യാണം മുടങ്ങിയപ്പോ നന്ദേച്ചിയെ വിളിച്ചോണ്ട് എന്താ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകാതിരുന്നത്? ഹരിയേട്ടൻ അന്ന് അതിന് തന്റെ ഇട കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായും നന്ദേച്ചി കൂടെ വരുമായിരുന്നു. എങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം മറ്റൊന്നായനെ. ചേച്ചി എനിക്ക് വല്ലപ്പോഴും കാണുമെങ്കിൽ ചെയ്യായിരുന്നു. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, വിഷമം കൊണ്ട് പറഞ്ഞതാ. അതുപോട്ടെ, അവധിയായിട്ട് കറങ്ങാനിറങ്ങിയതാ? ഏയ്, രഞ്ജിത്ത് വന്നപ്പോ ചുമ്മാ. നീ എന്താ മാറിയിരിക്കുന്നത്? വാ. ഏയ്, നിങ്ങൾ സംസാരിച്ചിരിക്കല്ലേ, അതുകൊണ്ടാ. നിനക്ക് കേൾക്കാൻ പാടില്ലാത്തൊന്നുമല്ല. രജിസ്റ്റർ മാരേജിന് ചാൻസ് ഉണ്ടായിട്ടും അത് ചെയ്യാതിരുന്ന ഒരാളെ പറ്റി പറഞ്ഞതാ. അതാരായാലും ബോറായിപ്പോയി. ഞാൻ രജിസ്റ്റർ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാ. ഇത്തരം ധീരന്മാര് സ്വന്തം കാര്യം വരുമ്പോ കാലു മാറും. ഞാൻ അങ്ങനെയല്ല, ഷുവർ. മറുഭാഗത്തുള്ള ആൾ റെഡിയാണെങ്കിൽ രജിസ്റ്റർ മാരേജിന് ഞാൻ ഇന്നേ റെഡിയാ. അതാരെ മറുഭാഗത്തുള്ള ആള്? അതിപ്പോ പറ രഞ്ജിത്തെ, ആരാ ആള്? ഇപ്പൊ എന്റെ മുമ്പിൽ തന്നെയുണ്ട്. ആ പരിപ്പ് ഇവിടെ വേവത്തില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞതാ നിങ്ങളോട്. ഹരിയേട്ടാ, ഈ കൂട്ട് ശരിയാവത്തില്ല, പറഞ്ഞേക്കാം. ഞാൻ പോവാ.
നേരത്തെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ. കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നീ ആ കുട്ടിയെ നോക്ക് പോലും ചെയ്യാൻ പാടുള്ളൂ. ഞാൻ സീരിയസ് ഹരി, സത്യം. എങ്കിൽ ഞാൻ ഡിസ്കറേജ് ചെയ്യുന്നില്ല, എൻകറേജ് ചെയ്യുന്നുമില്ല. ആ കേറ്. കണ്ണു നിറയെ കാണുകയല്ലേ? അവള് ജോലി ചെയ്യണ കണ്ടിട്ട് സഹിക്കണില്ല അല്ലേ? ചെന്ന് സഹായിക്കണോ? വേണോന്ന്? ഞാൻ വെറുതെ ഇവിടെ വന്ന് നിന്നതാ. നിന്നപ്പ കണ്ടു, കണ്ടപ്പ പിന്നെയും നോക്കി. അങ്ങനെ സഹതാപവും പിന്നെ അടുപ്പം ഉണ്ടാവുന്നത്. പ്രതാപേട്ട, അത് ഞാൻ നിന്ന് ന്യായം പറയാതെ വിദ്യ അകത്തേക്ക് പോകുന്നുണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യും. മനസ്സിലായില്ല. എവിടുന്നാ? ഞാൻ പുഴയ്ക്കക്കരയെന്നാ. എന്താ കാര്യം? ഇവിടുത്തെ കുട്ടിയൊന്ന് കാണാൻ വന്നത്. ഇവിടെ 4-5 കുട്ടികളുണ്ട്. അതിലാരെ കാണാനാ? ഓ, രഘുനാഥവർമ്മയുടെ മകള് തിരുവാതിര പഠിക്കുന്നുണ്ട്. തിരുവാതിര ടീച്ചറാണല്ലേ? ആ, കയറിയിരിക്കെ. അതല്ല, എനിക്ക് കാണേണ്ടത് പുതുതായി ഇവിടെ വന്ന കുട്ടിയാ. നന്ദന മോളെയോ? ആ, അത് തന്നെ. പുഴയ്ക്കക്കരെന്നാ കുട്ടിയെ കാണാൻ? പണ്ടിവിടെ കാര്യസ്ഥനായിരുന്ന രാമൻ നായരുടെ മോളാ ഞാൻ, ജയകുമാരി. അതായത് മരിച്ചുപോയ ശിവരാമന്റെ പെങ്ങള്. ഓ, ശിവരാമൻ ചേട്ടന്റെ മോള് കോവിലത്ത് എത്തിയെന്നറിഞ്ഞപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. നിങ്ങളുടെ ചേട്ടന്റെ മോളോ? അങ്ങനെ ഒരാൾ ഉദിയന്നൂരില്ല. അപ്പോ അപ്പുണ്ണിമാഷ് പറഞ്ഞതോ? ഇവിടെ വന്നിരിക്കുന്നത് കോലോത്ത വിദ്യാഭാരതിയുടെ മകളാ. ആ കുട്ടിയെ കാണാൻ ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ പോവല്ലേ? അതെന്താ അങ്ങനെ പറയുന്നത്? എന്റെ സഹോദരന്റെ മോളാ. ഞാൻ അതിനൊന്ന് കാണുന്നതിനെന്താ? മുമ്പ് നന്ദനയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാ കാര്യമെന്ന് വെച്ചോ. നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞല്ല നന്ദന. 10-25 വയസ്സ് കഴിഞ്ഞു. ഇത്രയും നാൾ ഒരു ബന്ധുവിനും കാണണ്ടായിരുന്നു. ഉണ്ടോ ചത്തോന്ന് അറിയണ്ടായിരുന്നു. ഇപ്പതേ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നപ്പോ ബന്ധവും പറഞ്ഞ ആള് വന്നിരിക്കുന്നു. പറ്റില്ല കേട്ടോ. ഞാനൊന്ന് കണ്ടിട്ട് പോയിക്കൊള്ളാം. അകത്തേക്ക് കയറുന്നില്ല. മോളെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. അത് നടക്കില്ലെന്നാ പറഞ്ഞത്. എങ്കിൽ ഇവിടുത്തെ അമ്മയെ ഒന്ന് വിളിക്കൂ, ഞാൻ സംസാരിക്കാം. ഇത് വല്ലാത്ത നിർബന്ധമാണല്ലോ. എന്തായാലും ഇവിടം വരെ വന്നു.
എനിക്ക് മോളെ ഒന്ന് കാണണം. ഞാൻ അമ്മ തമ്പുരാട്ടിയോടൊന്ന് ചോദിക്കട്ടെ. ഇവിടെ നിന്നാ മതി കേട്ടോ. ആരാ ഭാസ്കര അത്? ശിവരാമന്റെ പെങ്ങള, അതായത് നന്ദനയുടെ അച്ഛൻ പെങ്ങള. എന്നിട്ട് ഭാസ്കരൻ എന്തു പറഞ്ഞു? കുട്ടിയെ കാണാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് ഒരേ ശാഠ്യം, കണ്ടിട്ടേ പോകുള്ളൂ അത്രേ. അവരോട് ഞാൻ എന്താ പറയേണ്ടതെന്ന്. പറ്റില്ല. ഓ അത് ശരിയാവില്ല ഭാസ്കര. അവരെ പറഞ്ഞു വിട്ടേക്ക്. ഓ എനിക്കറിയായിരുന്നു ഇവിടുത്തെ അഭിപ്രായം ഇത് തന്നെയായിരിക്കുമെന്ന്. നന്ദിനി ഇപ്പോ ഉദയന്നൂരെ മാത്രം കുട്ടിയാ. പുതിയ ബന്ധുക്കളൊന്നും വേണ്ട. നീ അറിയരുതാത്ത കാര്യമല്ല മോളെ. നിന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു. ശിവരാമന്റെ പെങ്ങള് എന്നുവെച്ചാ നിന്റെ അപ്പച്ചിയമ്മ. കാണാൻ പറ്റില്ലെന്ന് ഞാൻ ഭാസ്കരനോട് പറയായിരുന്നു. അതോ നന്ദനയ്ക്ക് പുതിയ ബന്ധുവിനെ കാണണമെന്നുണ്ടോ? എന്റെ അഭിപ്രായം നോക്കണ്ട. കുട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സംസാരിച്ചോളൂ. വേണ്ട മുത്തശ്ശി, കാണണ്ട. അച്ഛൻ മരിച്ചിട്ട് പോലും കാണാൻ വരാത്ത ഒരു ബന്ധുവിനെ എനിക്ക് കാണണ്ട. കാണാൻ വന്നവരോട് അങ്ങനെ തന്നെ പറഞ്ഞേക്കൂ. ഭാസ്കര. ഓ ശരി, ഞാനത് പറഞ്ഞോളാം. അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞ അവിടെ നിൽക്കട്ടെ. നന്ദനയ്ക്ക് നിങ്ങളെ കാണണ്ടെന്ന്. ശിവരാമൻ മരിച്ചപ്പോ പോലും ചെല്ലാതിരുന്ന ബന്ധുവിനെ കാണണ്ടെന്നാ കുട്ടി പറഞ്ഞത്. ഇനി വന്ന പോലെ തിരിച്ചു പോവാമല്ലോ. എന്നാ ശരി. അങ്ങനെ പുതിയൊരു അതിഥി കൂടി കോവിലകം സന്ദർശിച്ചിരിക്കുന്നു. പഴയ കാര്യസ്ഥൻ രാമൻ നായരുടെ മകൾ ശിവരാമന്റെ സഹോദരി. അത് വിദ്യാഭാരതിയുടെ ആരായിട്ട് വരും? ഞാൻ തന്നെ പറയാം, നാത്തൂൻ. ഇനി കണ്ട അണ്ടനും അടകോടനൊക്കെ ഉദിയന്നൂർ കോവിലകത്ത് കയറി നിരങ്ങും. അത്ര വിലപ്പെട്ട ഉരുപ്പടീനെയാണല്ലോ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി മാന്യമായി സംസാരിച്ചുകൂടെ പ്രതാപവർമ്മയ്ക്ക്? എന്തോ എങ്ങനെ മാന്യമായിട്ടോ? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ മാന്യത തന്നെ വളരെയധിക. എവിടെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യങ്ങളാണോ ഈ വീട്ടിൽ കുറെ നാളായി അരങ്ങേറുന്നത്? എന്തരങ്ങേറിയെന്നാ പ്രതാപവർമ്മ പറയണേ? ഞാൻ തന്നെ അത് പറഞ്ഞു കേൾപ്പിക്കണോ? വേണമെങ്കിലേ പണ്ട് മുതലുള്ളത് അക്ക വിട്ട് പറയാം. പ്രതാപേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടമ്മേ. അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വിഷമമല്ല, പ്രതിഷേധം. അമ്മ തമ്പുരാട്ടി രക്ഷാധികാരിയും സേതുലക്ഷ്മി കൺവീനറുമായി ഇവിടെ എന്ന് സ്വീകരണ കമ്മിറ്റി ഉണ്ടാക്കിയോ അന്ന് തുടങ്ങിയ പ്രശ്നം. മരിച്ചുപോയ ശിവരാമന്റെ സഹോദരി ഇവിടം വരെ വന്നതാണോ ഇപ്പോഴത്തെ പ്രശ്നം? ശിവരാമനെ മരിച്ചു പോയിട്ടുള്ളൂ, പെങ്ങള് ജീവിച്ചിരിപ്പുണ്ട്. ഈ കുനിഷ്ഠിന് ആരാണോ കാരണം ആ ജന്തു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇനി ഏതൊക്കെ ബന്ധുക്കളാ വരാന്ന് ആർക്കറിയാം? നീ ഇങ്ങോട്ട് നുഴഞ്ഞു കയറിയപ്പോഴേ അറിയായിരുന്നു
ഇതൊക്കെ സംഭവിക്കുമെന്ന്? എടി, അച്ഛൻ പെങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് നീയല്ലേ? സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. പിന്നെ ശിവരാമന്റെ കുടുംബക്കാർക്ക് ജോലി ചേർവുണ്ടോ? നീ ഇവിടെ ഉണ്ടെന്ന് ഗണിച്ചറിഞ്ഞോ അവര്? കാര്യം അറിയാതെ പ്രതാപവർമ്മ നന്ദനെ ശകാരിക്കാതെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോ ആ അപ്പുണ്ണിമാഷിനെ കണ്ടിരുന്നു. അയാളായിരിക്കും ശിവരാമന്റെ കുടുംബത്തിൽ ചെന്ന് വിവരം അറിയിച്ചത്. അല്ലാണ്ട് ആ പെരട്ട ഭാഷയോട് പറഞ്ഞു ഏൽപ്പിച്ചതല്ല അവിടെ പോയി വിവരം അറിയിക്കാൻ. എന്താ ചെയ്യാ? എങ്ങനെയാ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക? മനസ്സുണ്ടെങ്കിൽ പ്രതാപവർമ്മ കേക്ക്. നന്ദനയെ കാണാൻ ഇവിടെ ഒരാൾ വന്നു എന്നുള്ളത് നേരാ. പക്ഷേ ഞാൻ അതിന് അനുവാദം കൊടുത്തില്ല. ആ സ്ത്രീയെ കാണാൻ പോലും ശ്രമിച്ചില്ല. ഭാസ്കരനെ കൊണ്ട് പറഞ്ഞയക്കുകയും ചെയ്തു. അതെ, വളരെ മോശമായിട്ടാ. അകത്ത് വിളിച്ചിരുത്തി ഒന്ന് സൽക്കരിക്കായിരുന്നില്ലേ? വേണമെങ്കിൽ 2-3 ദിവസം ഒന്ന് താമസിപ്പിക്കായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോ ഞാൻ ചെയ്തു എന്നും വരും. കേട്ടല്ലോ വിദ്യാഭാരതി, കേട്ടല്ലോ നിങ്ങളുടെ അമ്മയുടെ മനസ്സിലിരിപ്പ്. ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിയും കൊച്ചുമോളും ചേർന്നുള്ള ആസൂത്രണ ഇതെല്ലാം. നിക്കണ കണ്ടില്ലേ? അസത്ത് ഒന്നും അറിയാത്ത പോലെ. വന്ന ആളെ കാണണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അതിന്റെ പേരിലൊരു കലഹം എന്തിനാ? ഇനിയാണെങ്കിലും ആരും ഇവിടെ വരെയും വേണ്ട, ആരും എനിക്ക് കാണാൻ വേണ്ട. മുത്തശ്ശി പൊടിമോളെ രക്ഷിക്കുന്നു, പൊടിമോള് മുത്തശ്ശിയെ രക്ഷിക്കുന്നു. എന്തൊക്കെ ഡ്രാമകളാ! മതി കണ്ണി പൊടിയിട്ടത്. ഇനി പറ, ഇനി നിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മലബലാദികൾ ഇവിടെ കയറി വന്നാലേ പൊക്കോണോ അവരുടെ കൂടെ? മനസ്സിലായിടി? നാണില്ലാത്ത വർഗങ്ങള്. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തിനാ ഒരു മുൻകൂർ ജാമ്യം? തെറ്റിദ്ധാരണകൾ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാ ഞാൻ. ഇതുവരെ അത് വിദ്യാഭാരതിക്ക് അറിയില്ലേ? മുഖവരയേ ആയുള്ളൂ, കാര്യം തുറന്നു പറഞ്ഞില്ല. ആ കുട്ടിയുടെ നേരെ എന്തിനാ പ്രതാപേട്ടൻ എപ്പോഴും തട്ടിക്കയറുന്നത്? അതൊരു ശല്യത്തിനും വരുന്നില്ല, നമ്മുടെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. അങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ടോന്ന് പോലും പലപ്പോഴും അറിയുന്നില്ല. ഇതാണോ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായി എന്റെ ധാരണകളെല്ലാം ശരിയായിരുന്നു. എനിക്ക് അവളെ കണ്ണിന് കണ്ടൂടാ. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നു. അതൊരു മനുഷ്യജീവിയല്ലേ? അതുകൊണ്ട് നിനക്ക് അവളെ എടുത്ത് മടിയിൽ വെക്കണമെന്നുണ്ടോ? ഉണ്ടോന്ന്? അതല്ല പ്രതാപേട്ട. വേണമെങ്കിൽ ആയിക്കോ, മടിയിലിരുത്തുകയോ മാമൂട്ടുകയോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ എന്റെ ഭാര്യ എന്ന പദവിയിലിരുന്നു കൊണ്ട് വേണ്ട. എനിക്ക് അവള് മനുഷ്യജീവിയല്ല, വെറും ജന്തുവാ, ജന്തു. വിദ്യക്ക് സ്നേഹിക്കണമെങ്കിലേ അവളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോയിക്കോ. നീ പലപ്പോഴായി പറയുന്നു ഇവിടുന്ന് താമസം മാറ്റണമെന്ന്. ഇതായിരുന്നോ പ്ലാൻ? ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യമാ. പെട്ടെന്ന് BP കയറുന്ന ആളല്ലേ, അതുകൊണ്ടാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാന്ന് ചോദിച്ചത്. എന്റെ BP കാര്യത്തിൽ വിദ്യ ടെൻഷൻ ആകണ്ട. എനിക്കറിയേണ്ടത് പെട്ടെന്ന് തനിക്ക് ഈ സഹാനുഭൂതി അതെവിടെ നിന്ന് വന്നു?
നല്ലതിനല്ല വിദ്യേ ഈ സഹതാപം. എനിക്ക് അവളുടെ സഹതാപവും പ്രതാപവർമ്മയെ പൊട്ടനാക്കരുത്. പിന്നെ നിനക്ക് പിടിച്ചാ കിട്ടില്ല, അത് മനസ്സിലാക്കിക്കോ. അമ്മേ ഒന്ന് ഓടി വന്നേ. അമ്മേ ഒന്ന് പെട്ടെന്ന് വാ. വേഗം വാ അമ്മേ. എന്താടി നേരം വെളുക്കുന്നതിന് മുമ്പ് എന്താ ഇവിടെ? അമ്മേ അനിലേച്ചി. അവക്ക് എന്ത് പറ്റി? അനിലേച്ചി കാണുന്നില്ല. അപ്പുറത്തെങ്ങാനും കാണും. അനിലേ, അനിലേ. അമ്മേ ഇല്ല, ഞാൻ നോക്കിയതാ. അനിലേച്ചി വീട്ടിലില്ല അമ്മേ. എന്താ എന്താ നീ പറഞ്ഞേ? എന്താ എന്താ ഇവിടെ എന്താടി? ഏട്ടാ അനിലേച്ചി കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ പോയെന്ന് പറ. എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മ വന്നേ. അവളുടെ ബാഗും ഡ്രസ്സും ഒന്നും കാണുന്നില്ല. എന്റെ ദൈവമേ. സർട്ടിഫിക്കറ്റും ഫോണും എല്ലാം എടുത്തിട്ടുണ്ട്. നീ ഒന്ന് മാറ്. കുറച്ച് ആഭരണങ്ങളും കൊണ്ടുപോയി. അമ്മേ അമ്മേ ചതിച്ചല്ലോ ദൈവമേ. അമ്മേ അമ്മേ വേണ്ട, ആരും എന്നെ അമ്മയെന്ന് വിളിക്കണ്ട. പോ, ഇവിടെ വെച്ചപ്പോ ആരും വേണ്ട എനിക്ക്. അമ്മേ പോടി. വയ്യ എനിക്ക്, എല്ലാരും കൂടി എന്നെ.